കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുത്തത്. ഇപ്പോ അത് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം. സ്കൂൾ കെട്ടിടം, ആശുപത്രി കെട്ടിടം, റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ, ഇതെല്ലാം കിഫ്ബിയുടെ സഹായത്തോടെയാണ് നമുക്ക് നിർവഹിക്കാനായത്. നമ്മുടെ ദേശീയപാത വികസനത്തിന് 25% ഭൂമി ഏറ്റെടുക്കാനുള്ള വില നാം കൊടുക്കേണ്ടതായി വന്നു, സംസ്ഥാനം കൊടുക്കേണ്ടതായി വന്നു. ആ 5,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നാം കണ്ടെത്തിയത്. ഇത്തരം ആവശ്യങ്ങൾ കിഫ്ബി വഴി നിറവേറ്റുമ്പോൾ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ, കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണല്ലോ. സാധാരണഗതിയിൽ അതിനെ കൈയയച്ച് സഹായിക്കുകയും പിന്താങ്ങുകയുമാണ് വേണ്ടത്. പക്ഷേ നമുക്ക് അത്യന്തം വേദനാജനകമായ ദുരനുഭവമാണ് ഉണ്ടായത്. നമ്മളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങൾ കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കും. അതിൻ്റെ അർത്ഥം അത്രയും വായ്പ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, ഒരു നാടിൻ്റെ വരുമാനമെന്നത് ആ നാടുണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല. ആ ഭാഗമെടുത്താൽ നമ്മുടെ ആഭ്യന്തര വരുമാനം വളരെ മികച്ചതാണ്. ആ ആഭ്യന്തര വരുമാന സ്ഥിതി വെച്ചാൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നവും നമ്മുടെ കേരളം നേരിടേണ്ടതായിട്ടില്ല. ഈ ആഭ്യന്തര വരുമാനത്തോടൊപ്പം ചേരാനുണ്ട്. അതിലൊന്ന്, കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട അർഹതപ്പെട്ട വിഹിതമാണ്. നമ്മുടെ അനുഭവം ആ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നു എന്നതാണ്. അതിൽ സാരമായ വെട്ടിക്കുറവ് വരുത്തുന്നു. ഇതിനോടൊപ്പം ചേരേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ നിർവഹിക്കാൻ വായ്പയെടുക്കാനുള്ള അവകാശം. വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ പരിധി ചുമത്തി. അതിൻ്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ട വായ്പാ പരിധി നിഷേധിച്ചു, വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ഇതെല്ലാം നമ്മുടെ വരുമാനത്തിലാണ് കുറവുണ്ടാക്കിയത്. ഇപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാന്യായ ധനകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. 8,000 മുതൽ 10,000 കോടി രൂപ വരെ നിലവിലുള്ള വരുമാനത്തിൽ കുറവ് വരാൻ പോകുന്നു. ഇവിടെ കിഫ്ബിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. നമ്മൾ കേരളം കേന്ദ്രത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. 5,600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ രാജ്യത്ത് എല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവഴിച്ചിട്ടുള്ളത്.
ഇന്ന് വരെ, അതായത് നമ്മൾ 25% കൊടുക്കുന്നതിന് മുൻപോ അതിനു ശേഷമോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാധ്യതയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പണം ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കണം. അതായത് ഈ 5600 കോടി രൂപ വായ്പയിൽ കുറവ് വരുത്തുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കിഫ്ബിയുടെ നാടിന്റെ വികസനത്തിനാണ് ചെലവഴിക്കേണ്ടത്. ആ 5600 കോടി രൂപ നാടിന്റെ വികസനത്തിന് ചെലവഴിക്കാനാകുന്നില്ല. അതോടൊപ്പം കിഫ്ബി എടുത്ത വായ്പ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്നു. അപ്പൊ അവിടെയും 5600 കോടി രൂപയുടെ കുറവ് വരുന്നു. ആ 5600 കോടി രൂപ വായ്പ എടുത്താൽ ഖജനാവിൽ സൂക്ഷിക്കാനല്ല, വിവിധ പദ്ധതികൾക്ക് ചെലവിടാനാണ്. ചുരുക്കത്തിൽ 12000 കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ചെലവിടേണ്ട പണം നിഷേധിക്കുന്ന നിലയുണ്ടാകുന്നു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലുള്ള ഏജൻസികളുണ്ടല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ, അവര് പണം കടമെടുക്കുന്നുണ്ടല്ലോ, ഇന്ത്യ ഗവൺമെന്റ് വായ്പയായിട്ട് അത് കണക്കാക്കുന്നില്ലല്ലോ. അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കാൻ തയ്യാറായില്ല. അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ കൂടി ഇടപെടലിലൂടെയാണ്. എന്നാൽ അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനിടയായ, ഇപ്പോ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ തുരങ്കപാത, അതിനുവേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. നാം കാണേണ്ടത്, ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇതില് ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ്. എന്നാൽ ആ സന്തോഷം ചിലരില് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായി കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, തെരുവിലുണ്ടായി, കോടതിയിൽ വരെ എത്തി. പക്ഷേ സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല. എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്തു. അപ്പോ കിഫ്ബിയെ തകർക്കാൻ കഴിയില്ല എന്ന നില വന്നപ്പോ ഓരോ ക്ഷേമ പദ്ധതി, വികസന പദ്ധതി, ഇതിനെയെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന K-ഫോൺ, നടപ്പായി കഴിഞ്ഞ K-ഫോൺ, സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യമാക്കുക
എന്ന ലക്ഷ്യത്തോടെയാണ് കെ ഫോൺ വന്നത്. പക്ഷേ ആ പദ്ധതിയെ തകർക്കാനുള്ള ഇടപെടലുകൾ